നമുക്കിപ്പം UR പ്രദീപ് കൂടി ചേരുന്നുണ്ട്. UR പ്രദീപ് ചേലക്കരയിൽ വിജയസാധ്യത മണക്കുന്ന സ്ഥാനാർത്ഥിയാണ്. അന്തിമഘട്ട വിശകലനങ്ങൾക്ക് ശേഷം പ്രദീപിൻ്റെ സാഹചര്യം എന്താണ് എന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. UR പ്രദീപ്, വെരി ഗുഡ് മോർണിംഗ്. ഇപ്പോൾ CK നമ്മൾ കണ്ടപ്പോൾ ആത്മവിശ്വാസം CKയുടെ മുഖത്തുണ്ട്. UR പ്രദീപിൻ്റെ മുഖത്തും ആത്മവിശ്വാസത്തിൻ്റെ പുഞ്ചിരി ഞാൻ കാണുന്നുണ്ട്. പ്രദീപ്, എല്ലാ ബൂത്തുകളുടെയും കണക്കുകൾ ഇപ്പോൾ നിങ്ങൾ പൂർണ്ണമായും വിലയിരുത്തിയിട്ടുണ്ടാവും. ഒരു അന്തിമ വിശകലനത്തിൽ ചേലക്കരയിൽ എത്രയുണ്ട് വിജയസാധ്യത പ്രദീപ്? ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഇവിടെ ചേലക്കര പോളിംഗ് കഴിഞ്ഞ വഴിക്ക് പാർട്ടി കേഡർമാരിൽ നിന്ന് വിവിധ ബൂത്തുകളിൽ നിന്ന് ഇതിൻ്റെ എല്ലാം ശേഖരിച്ച് വിലയിരുത്തി ഏകദേശം 10-18,000 വോട്ടിൻ്റെ ലീഡ് ഉണ്ടാവണം എന്ന് തന്നെയാണ് പാർട്ടി കേന്ദ്രങ്ങൾ വിലയിരുത്തിയിട്ടുള്ളത്. ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നല്ല പോലെ തന്നെ താഴെത്തട്ടിൽ വളരെ ഹാർഡ് വർക്ക് ചെയ്ത് കഠിനാധ്വാനം നടത്തിയാണ് പ്രവർത്തകർ വോട്ടർമാരെ കൊണ്ടുവന്ന് പോളിംഗ് ബൂത്തിലേക്ക് വോട്ട് ചെയ്യിക്കാൻ വേണ്ടിയുള്ള എല്ലാ ഇടപെടലും നടത്തിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ എല്ലാം റിസൾട്ട് നല്ല നിലയ്ക്ക് തന്നെ ഉണ്ടാവും എന്ന കാര്യത്തിലും സംശയമില്ല. 18,000 എന്ന് പറയുമ്പോൾ വലിയ ആത്മവിശ്വാസമാണ്. കേഡർ വോട്ടുകളെ, പാർട്ടി അനുഭാവമുള്ള വോട്ടുകളെയൊക്കെ വോട്ട് ചെയ്യാൻ സാധിച്ചു. ഈ ഒരു 4.5% കുറവ് വന്നത് ഈ CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളിലുള്ള വോട്ടുകളാണോ, അതല്ല പഴയന്നൂരടക്കം, മുള്ളൂർക്കരയടക്കം, വരവന്നൂർ അടക്കമുള്ള പ്രദേശങ്ങളിലെ UDF കേന്ദ്രങ്ങളിലാണോ ആ വിള്ളൽ സംഭവിച്ചിട്ടുള്ളത്? ഇത്തവണ BJP-യുടെ ക്രോസ് വോട്ടിംഗ് ഉണ്ടാവാനുള്ള സാധ്യതയും കുറവാണോ പ്രദീപ്? അത് ആ നിലയ്ക്ക് നടക്കണമെന്ന് തന്നെയാണ് ഞങ്ങളും കരുതുന്നത്. കാരണം BJP-യുടെ സ്ഥാനാർത്ഥി ചേലക്കര മണ്ഡലത്തിലുള്ള ഒരു വ്യക്തി തന്നെ ആയതുകൊണ്ട് അദ്ദേഹത്തിനോട് BJP-യുടെ പ്രവർത്തകർ ആത്മാർത്ഥമായ ഒരു കൂറ് കാണിക്കും എന്ന് തന്നെയാണ് ഞങ്ങളെല്ലാം കരുതുന്നത്. അങ്ങനെയാകുമ്പോൾ വോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യപ്പെടില്ല എന്ന് കരുതുന്നു. മുൻകാലങ്ങളിൽ അനുഭവിച്ചാണ് അത്തരം സംശയങ്ങൾ തോന്നിപ്പോയത്. ഇവിടെ വോട്ടിംഗ് കുറവ് വരുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ ഒരു 4% കുറവ് വന്നത് ഇത്തവണ നമുക്കിപ്പോൾ ഉപതെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പരമാവധി വോട്ടുകൾ ചെയ്യിപ്പിക്കാനുള്ള ഇടപെടൽ. പലരും സ്ഥലത്തില്ലാത്തവരുണ്ട്, സുഖമില്ലാതെ കിടക്കുന്നവരുണ്ട്, അങ്ങനെ പല വോട്ട് എത്താമെന്ന് പറഞ്ഞ് ദൂരപ്രദേശത്ത് നിന്ന് എത്തിപ്പെടാത്തവരുണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് കിട്ടുമെന്ന വോട്ടുകൾ കണക്കൂട്ടി ഞങ്ങൾ ഇത് കിട്ടുമെന്ന് ഉറപ്പുള്ള ചില വോട്ടുകൾ അങ്ങനെ പോയിട്ടുണ്ട്. ചില UDF കേന്ദ്രങ്ങളിലും അതുപോലെ വോട്ട് ചെയ്യാൻ വരാത്ത ധാരാളം ഉണ്ടായിട്ടുണ്ട്. അത് ഒരുപക്ഷെ അത് UDF-ന് ക്ഷീണം ചെയ്യും എന്ന് തന്നെയാണ് ഈ കുറവിൻ്റെ ഭാഗമായി ഞങ്ങൾ കരുതുന്നത്. ഈ പ്രദീപ്, ഈ മന്ത്രിസ്ഥാനം അടക്കമുള്ള കാര്യങ്ങളൊക്കെ ചർച്ച വിഷയം ആയിരുന്നു. രാധാകൃഷ്ണൻ്റെ മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടതൊക്കെ വലിയ വിവാദമായി അവസാന ഘട്ടത്തിൽ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചു. അതൊക്കെ തിരിച്ചടിയായി എന്നാണോ ഒരു വിലയിരുത്തൽ മണ്ഡലത്തിൽ? കാരണം രാധാകൃഷ്ണനുമായി ബന്ധപ്പെട്ട അങ്ങനെയൊരു വിവാദം മണ്ഡലം ആഗ്രഹിക്കുന്നില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇല്ല, ഒരിക്കലും ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെ ഏൽപ്പിച്ച് തരുന്ന പണി ചെയ്യുക എന്ന് തന്നെയാണ്. അത്രത്തല്ല ഒരു വർത്തമാനം താഴെ ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് കരുതുന്നത്. അത് രാധാകൃഷ്ണനെ സംബന്ധിച്ച് ഒരു സീനിയർ മോസ്റ്റ് ലീഡറാണ്. അദ്ദേഹത്തിനുള്ള സമയത്ത്, കിട്ടിയ സമയത്ത് അദ്ദേഹത്തിന് മന്ത്രിയാക്കി. പിന്നെ ഇനി പാർട്ടി അതിന് ശേഷം മറ്റ് സംവിധാനങ്ങൾ കണ്ടു. ഇനിയിപ്പോൾ അതിനെ സംബന്ധിച്ചില്ല. ഇവിടെ മന്ത്രി ആയാലും അല്ലെങ്കിലും ഇവിടെ മണ്ഡലത്തിൽ ജയിച്ച് വന്നു കഴിഞ്ഞാൽ അത് കൃത്യമായി അതിനകത്ത് LDF-ന്റെ ഇടപെടൽ, ഇടതുപക്ഷം നല്ലപോലെ ശ്രദ്ധിച്ച് വികസനം കൊണ്ടുവരുന്ന കാര്യത്തിലെല്ലാം സർക്കാരിൻ്റെ നല്ല ശ്രദ്ധ ഉണ്ടാവും എന്നതിൽ സംശയമില്ലാത്തതുകൊണ്ട് അത്തരം ഒരു ചർച്ച അങ്ങോട്ട് ഉയർത്തി കൊണ്ടുവരുന്നത് ഇല്ല എന്നാണ് ഞങ്ങൾക്ക് തോന്നിയത്. പ്രദീപ്, എന്തായാലും ഇലക്ഷൻ കഴിഞ്ഞല്ലോ, ഞാനൊന്ന് തുറന്നു ചോദിക്കട്ടെ. മണ്ഡലത്തിൽ ഞാൻ നേരിട്ട് കണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ റോഡുകളുടെ കാര്യത്തിലാണെങ്കിലും ചില വികസന പദ്ധതികളുടെ കാര്യത്തിലാണെങ്കിലും മണ്ഡലത്തിൽ ഇനിയും കുറച്ച് മുന്നോട്ട് പോകാനുണ്ട്. അത് വാസ്തവമല്ലേ പ്രദീപ്? അപ്പോൾ പ്രദീപ്, ഇനിയുള്ളൊരു ടൈം, പ്രദീപിൻ്റെ കാലത്ത് കാര്യമായ ഇടപെടൽ ചില മേഖലകളിൽ ഉണ്ടായി, അത് ഞാൻ സമ്മതിക്കുന്നു. അതൊഴിച്ച് നിർത്തിക്കഴിഞ്ഞാൽ വേണ്ടത്ര വികസനം, അഥവാ മണ്ഡലം ആഗ്രഹിക്കുന്ന ആവശ്യപ്പെടുന്നൊരു വികസനം ആ മണ്ഡലത്തിൽ ഉണ്ടായിട്ടില്ല. പലയിടങ്ങളിലും പിന്നാക്കാവസ്ഥയിൽ നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രദീപിന് കഴിയും, അല്ലെങ്കിൽ അത് ഫോക്കസ് ചെയ്തായിരിക്കും ഇനി പ്രദീപ് തെരഞ്ഞെടുപ്പെടുകയാണെങ്കിൽ ഇനിയുള്ള കുറച്ച് കാലമേ ഉള്ളൂവെങ്കിലും ആ കാലത്തെ പ്രവർത്തനം? അതെ ഡോക്ടർ പറഞ്ഞത് ഇപ്പോൾ സത്യത്തിൽ ഡോക്ടർ പഴയ കാലത്തെ സംബന്ധിച്ചും ചേലക്കര മണ്ഡലത്തെക്കുറിച്ചൊരു കാഴ്ച നേരത്തെ നോക്കി കണ്ടിട്ടുണ്ടാവില്ല. അന്ന് ഉള്ളതിനെ വ്യത്യസ്തമായി വിവിധ ഘട്ടങ്ങളിൽ പ്രിയപ്പെട്ട രാധേട്ടനായാലും അതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഞാൻ വന്നത് ഞങ്ങൾ പരമാവധി ആത്മാർത്ഥമായി ഇടപെടൽ നടത്തിയാണ് മണ്ഡലത്തിൻ്റെ പരമാവധി വികസനം കൊണ്ടുവരാൻ കഴിഞ്ഞത്. ഒരു ഭാഗത്ത് മുൻകാലങ്ങളിൽ ചെയ്ത പ്രവർത്തനം വീണ്ടും പഴയതാവുമ്പോൾ അതിൽ മാറ്റം വരും. ഉൾപ്രദേശങ്ങളെല്ലാം ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ റോഡിൻ്റെ എല്ലാം ചില ദയനീയാവസ്ഥ ഉണ്ട്. അത് ബോധപൂർവ്വം ഉണ്ടായതല്ല, അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കാതിട്ടായതല്ല.
അവിടെ നമ്മുടെ വ്യത്യസ്തമായ വികസനം എത്തിക്കുന്നതിൻ്റെ ഭാഗമായി നമുക്ക് ആ പ്രവർത്തനങ്ങളെല്ലാം ചിലപ്പോൾ ആ റോഡുകളെല്ലാം നാശമായി പോയിട്ടുണ്ടാവും. അത് വീണ്ടും പഴയ രൂപത്തിൽ എത്തിക്കാനുള്ള ഇടപെടൽ ഇനിയുള്ള സമയം നമുക്കത് ചെയ്യും. ഇത് കൂടാതെ ഓരോ ഘട്ടത്തിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാത്രമല്ല ഒട്ടേറെ സ്ഥാപനങ്ങൾ ഈ മണ്ഡലത്തിനകത്ത് ഞങ്ങളുടെ സമയങ്ങളിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങളത് ഉദ്ദേശിച്ച് ഇടതുപക്ഷ ജനാധിപത്യയുടെ ജനപ്രതിനിധികളായുള്ള സമയത്ത് ഞങ്ങൾ കൊണ്ടുവരാൻ നല്ലപോലെ ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ഓരോ ഘട്ടം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വരുമ്പോൾ നമുക്ക് കാണുന്ന ചിത്രമല്ല യഥാർത്ഥത്തിൽ. ഇതിന് മുമ്പുണ്ടായിരുന്ന ചിത്രത്തിൽ ഘട്ടഘട്ടമായി മാറ്റം വരുത്തി കൊണ്ടുവന്നിട്ടുണ്ട് ഈ മണ്ഡലത്തിനകത്ത്. ഇനിയും ഈ മണ്ഡലത്തിനകത്ത് ഇനിയും ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാണ്ട് അത് ഞങ്ങൾ നല്ലപോലെ ഒരു കാഴ്ചപ്പാടോടുള്ള ഒരു മാസ്റ്റർ പ്ലാനാണ് ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഡോക്ടർ. അതനുസരിച്ച് ഈ മണ്ഡലത്തിൽ ഇനിയും കൊണ്ടുവരും. പ്രത്യേകിച്ച് യുവാക്കളെ കേന്ദ്രീകരിച്ചുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതെല്ലാം കൊണ്ടുവരാനുള്ള ഇടപെടൽ തീർച്ചയായിട്ടും ഉണ്ടാവും. കുറച്ച് സമയമാണെച്ചാലും കിട്ടാവുന്ന സമയം ആ സമയം ഉപയോഗപ്പെടുത്തി പരമാവധി ഉപയോഗിക്കാമെന്ന്. നന്നായി പ്രദീപ്. ഒരു കാര്യം കൂടി, പാലക്കാട്ടെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? ഇപ്പോൾ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു, പാലക്കാട് ശ്രദ്ധിച്ചായിരുന്നല്ലോ അല്ലേ? അവസാനത്തിന് കുറച്ച് ദിവസമേ കിട്ടിയിട്ടുള്ളൂ എന്ന് എനിക്കറിയാം. എങ്കിൽ പോലും ആ ദിവസങ്ങളിൽ പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണമൊക്കെ ശ്രദ്ധിച്ച് ഇതിലെ വോട്ടെടുപ്പ് കഴിയുമ്പോൾ ഒരു ആത്മവിശ്വാസം എത്രത്തോളം ഉണ്ട് പ്രദീപ് പാലക്കാട് LDFന്? സംശയമില്ലാത്തൊരു കാര്യമാണ്. ഇന്നലെ അവിടുത്തെ പാലക്കാട് മണ്ഡലത്തിലെ ലീഡർഷിപ്പ് ഇന്നൊരു പത്രസമ്മേളനത്തിൽ പറഞ്ഞത് വളരെ കറക്റ്റാണ് ഡോക്ടർ. അത് ഇവിടെ മറ്റു രണ്ട് മുന്നണികളെയും പിന്തള്ളി LDF ഇത്തവണ വിജയം നേടുമെന്ന കാര്യത്തിൽ ഞാനിപ്പോൾ ഇത് ക്യാമറയ്ക്ക് മുമ്പിൽ ഇരുന്നിട്ട് പറയുന്ന ഒരു വർത്തമാനമല്ല. യഥാർത്ഥത്തിൽ അവിടെ നടത്തിയ വർക്ക് അത്ര വർക്ക് ഞാൻ അവിടെ പോയിരുന്നു. ഇവിടെ ഡോക്ടർ സെറീനെ സംബന്ധിച്ച് എനിക്കൊരു ചെറിയ കാര്യം, ഡോക്ടർ നേരത്തെ ഞാൻ MLA ഉള്ളപ്പോൾ അദ്ദേഹം തിരുവല്ലാമലയുമായി ബന്ധപ്പെട്ട് ചേലക്കരക്കാരൻ തന്നെയാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹം താമസം പാലക്കാട് ജില്ലയിലാണ്. ഇത് കുറേ കാലമായി. അപ്പോൾ അവിടെ സെറ്റിലായി. ഇവിടെ ഇദ്ദേഹം ആ സമയത്ത് ഒരു ഇടപെടൽ നടത്തിയപ്പോൾ ഞാൻ അന്ന് ചിന്തിച്ചു. സത്യത്തിൽ അത് ഞാൻ ഡോക്ടറോട് പറയുകയും ചെയ്തു. അന്ന് അദ്ദേഹം ഈ വേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ച് അത് LDFൻ്റെ ഒരു MLA അല്ലേ, അദ്ദേഹത്തിനോട് പറയണം എന്ന് എന്തിനാ പറയുന്ന ഒരു ഈഗോന്നും അദ്ദേഹം വെച്ചിട്ടില്ല. എന്നോട് പറഞ്ഞു ഇതൊന്ന് ഇടപെടാൻ പറ്റുമോ, ഇത് ഈ രീതിയിൽ നമുക്ക് ചെയ്യാൻ നല്ല കാര്യമാണെന്ന് പറഞ്ഞു. നമ്മളത് ചെയ്തു കൊടുത്തു. പക്ഷെ അന്ന് ഞാൻ ചിന്തിച്ചത് ഇദ്ദേഹത്തിനെ പോലെ ആളുകൾ നല്ല പോലെ വികസന കാഴ്ചപ്പാടുള്ള ആളുണ്ട്, അത് ഇദ്ദേഹത്തിനെ പോലെ വരണം എന്ന് അന്ന് ഞാൻ സത്യത്തിൽ ചിന്തിച്ചു. പക്ഷേ ഇദ്ദേഹം കറക്റ്റ് ആ ഒരു LDFിലേക്ക് തന്നെ വന്നു ഇപ്പോൾ പൂർണ്ണമായി അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം അവിടെ ജനം തിരിച്ചറിയുന്നു. തെരഞ്ഞെടുപ്പ് സമയത്ത് നമുക്ക് മുമ്പോട്ട് വെച്ച പാലക്കാടിനകത്ത് ഇന്നലെ വരെ ഇല്ലാത്ത പുതിയ കാര്യങ്ങൾ വയ്ക്കുമ്പോൾ ജനങ്ങൾക്കത് മനസ്സിലാവുന്നു. ഇത് റൈറ്റ് പേഴ്സൻ്റെ കയ്യിലാണ് ഇത് എത്തിക്കേണ്ടത് എന്ന് ജനം ആ അർത്ഥത്തിൽ തന്നെയാണ് ചിന്തിക്കുന്നത്. ആ ഒരു താഴെയുള്ള വർക്കും പുതിയ ആളുകളുടെ വരവും പുതിയ ആളുകൾ ഈ രംഗത്ത് ഇറങ്ങി പ്രവർത്തിക്കുന്നതെല്ലാം കാണുമ്പോൾ നല്ല വിജയം ഇടതുപക്ഷത്തിലുണ്ടാവും. ഓക്കെ, താങ്ക് യു പ്രദീപ്. ഇനി 2 ദിവസമേ ഉള്ളൂ. 3-ാമത്തെ ദിവസം നമ്മുടെ വിധി വരുന്ന ദിവസമാണ്. ഏകദേശം ഈ സമയം ആകുമ്പോഴേക്കൊക്കെ വിധി ഏകദേശം അറിയാൻ സാധിക്കും. ടെൻഷൻ ഉണ്ടോ? അതെ ഇല്ല, ഏകദേശം അതുപോലെ നമ്മൾ ഹാർഡ് വർക്ക് നടത്തിയതിൻ്റെ MLA ആയുള്ള ഘട്ടത്തിലും എല്ലാ സമയത്തും നടത്തിയ പ്രവർത്തനം മനസ്സിലുണ്ട്, ജനങ്ങളുടെ മനസ്സിലുണ്ട്. അത് ഒരു വലിയ ആത്മവിശ്വാസം തന്നെയാണ്. അതുകൊണ്ട് ടെൻഷൻ ഇല്ല. ഓക്കെ, അപ്പോൾ ആ ചിരി അതേപോലെ തന്നെ നിൽക്കട്ടെ. ശ്രീ UR പ്രദീപ്, നമുക്ക് കാണാം ചേലക്കര മണ്ഡലത്തിന്റെ സമൂലമായ മാറ്റം താങ്കളിലൂടെ ഉണ്ടാകും ഒരിക്കൽ കൂടി എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. താങ്ക് യു ശ്രീ UR പ്രദീപ്. എല്ലാവിധ ആശംസകളും നേരുന്നു.